ആരോഗ്യമായ മലകൾ തുരന്നുണ്ടാക്കുന്നവരാ. സൗദി അറേബ്യയിലെ ഹിജ്റിൽ പോയാൽ എന്ന് അൽ ഉല എന്നാണ് അറിയപ്പെടുക. അവിടെ എയർപോർട്ട് വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ട്. അല്ലെങ്കിൽ തബൂക്ക് എയർപോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. അൽ ഉലയിൽ എയർപോർട്ടുണ്ട്. സമൂദുകാർ ജീവിച്ച സ്ഥലം നമുക്ക് കാണാൻ പറ്റും. പെട്രയിൽ ചെന്നാൽ കാണാൻ പറ്റും, ജോർഡാനിൽ. അതൊക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ പരിസരങ്ങൾ തന്നെയാണ് സമൂദുകാർ ജീവിച്ചത്. കാനു യൻഹിതൂന മിനൽ ജിബാലി ബുയൂത. ദേ യൂസ്ഡ് ടു ക്രൈവ് ഹൗസസ് ഔട്ട് ഓഫ് മൗണ്ടൻസ്. പർവ്വതങ്ങളൊക്കെ തുരന്നിട്ട് ഇങ്ങനെ വീടുണ്ടാക്കുന്നവരാണ്. നമ്മളൊക്കെ സിമെൻ്റൊക്കെ കട്ട വെച്ചിട്ട് ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിട്ടല്ലേ വീടുണ്ടാക്കുക. അവർക്ക് മല കിട്ടിയാൽ മതി, അത് തുരന്നിട്ട് വീടാക്കി കളയും. അത്ര വലിയ മെയ്സൺസ് ആൻഡ് എൻജിനീയേഴ്സ് ആയിരുന്നു അവർ. അവർക്ക് തോന്നി ഞങ്ങൾ ഇങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യന്മാരല്ലേ, പിന്നെ കണ്ണുകൊണ്ട് കാണാത്തൊരു പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ബിതഖ്വാഹ ആ സമൂദിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു. അയാളുടെ പേര് ഖുദാറു ഇബ്നു സാലിഫ് എന്നായിരുന്നു. ഖുദാറു ഇബ്നു സാലിഫ്. ആ മനുഷ്യൻ മുന്നോട്ട് വന്ന് എന്ത് ചെയ്തു? ഫഖാല ലഹും റസൂലുള്ളാഹ് നാഖത്തല്ലാഹി വസുഖിയാഹാ. സമൂദുകാർക്ക് ദൃഷ്ടാന്തമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് ദൃഷ്ടാന്തമായി കൊണ്ടുവന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. എ camel which came out of rocks. പാറകളുള്ള മലയിൽ നിന്ന് ഒരു പ്രഗ്നന്റ് ആയ ഒരു ഷീ camel, ഒരു പെൺ ഒട്ടകം അല്ലാഹു കൊടുത്തവർക്ക്. അത് പിന്നെ പ്രസവിച്ചു, നല്ല പാല് ചുരത്തി. ആ പാൽ അവർ കറന്നു വെച്ചിരുന്ന സ്ഥലമടക്കം ആ പാറ കൊണ്ടുണ്ടാക്കിയൊരു പാത്രമുണ്ട്. അതൊക്കെ ഇന്നും അവിടെ നിലവിലുണ്ട്. അവര് ആ ഒട്ടകത്തെ അറുക്കാൻ ചെന്നു. അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അത്. ആ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി അവരിലെ ഏറ്റവും മോശപ്പെട്ട ആൾ എന്ന് പറയുന്ന ഖുദാറു ഇബ്നു സാലിഫ് അയാൾ പുറപ്പെട്ടപ്പോ ഫഖാല ലഹും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനായ സ്വാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, നാഖത്തല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. വസുഖിയാഹ, ആ ഒട്ടകത്തിന്റെ കുടിവെള്ളമാണ്, നിങ്ങൾ മുടക്കിക്കളയരുതേ. ഫകദ്ദബൂഹു, അവർ പറഞ്ഞു, യു ആർ എ ലയർ, നിങ്ങൾ നുണ പറയുന്ന ആളാണ്. ആരോടായി പറയണത്? മുഅ്ജിസത്ത് കൊണ്ടുവന്ന നബിയോട്. ആരോഗ്യം, കുറച്ച് IT ടെക്നോളജിയൊക്കെ പഠിക്കുമ്പോഴേ ഈ മൗലവിമാർക്കൊന്നും ബുദ്ധിയില്ല എന്ന് പറയുന്നതൊരു സ്വാഭാവികമായ ഒരു ചിന്തയാണ്. അങ്ങനെ പറയും മതവിശ്വാസികൾ. ബുദ്ധിയില്ലാത്തവർ ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ത് മതം, അതൊക്കെ അന്നുണ്ടായതല്ലേ? അല്ലല്ല. മതത്തിന് ഫ്രോയിഡ് കൊടുത്ത ഡെഫിനിഷൻ വായിച്ചിട്ട് വരണ്ട. മതത്തിന് ഫ്രോയിഡ് കൊടുത്ത ഡെഫിനിഷൻ അല്ല നമ്മൾ വായിക്കേണ്ടത്. ആദം നബി അലൈഹിസ്സലാം മുതൽ മനുഷ്യാന്ത്യം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അതാണ് ഇസ്ലാം. അല്ല, മനുഷ്യൻ പേടിച്ചതിനൊക്കെ ആരാധിക്കാൻ തുടങ്ങി, അങ്ങനെ മതം ഉണ്ടായി. ഒരു തലയും വാലില്ലാത്ത ചങ്ങായി ഫ്രോയിഡ് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളതാണോ, ആ ഡെഫിനിഷനാണോ നമ്മൾ എടുക്കുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ അതാ തലയിൽ വെച്ച് നടക്കുന്നത്. മതം ഉണ്ടായത് അങ്ങനെയല്ലേ? അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിന് കുടിക്കാനുള്ള വെള്ളവും നിഷേധിച്ചുകൊണ്ട് കൊല ചെയ്യാൻ വന്നു. കദ്ദബൂ, സ്വാലിഹ് നബി ഇത് ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, സ്വാലിഹ് നബി നുണ പറയുന്നവനാണ് എന്ന് പറഞ്ഞ് ഫഅഖറൂഹാ, ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു, കൊല ചെയ്തു കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ, ആ ചെയ്ത മഹാപാതകത്തിന്റെ പേരിൽ ആ കുറ്റത്തിന് കൂടെ നിന്ന മുഴുവൻ ആളുകളെയും ഭൂമിയുടെ മേൽ നിലംപരിശാക്കി അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. വലാ യഖാഫു ഉഖ്ബാഹാ, അവർക്ക് സംഭവിക്കുന്ന അന്ത്യത്തെയോർത്ത് അല്ലാഹു ഒന്നും പേടിക്കാനില്ലല്ലോ. അവര് ചെയ്ത തിന്മകൾക്ക് അല്ലാഹു ശിക്ഷ കൊടുത്തുകൊണ്ടാണ് ഹിജ്ർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുങ്കാറ്റടിച്ചു വീശിയിട്ട് വലിയ വലിയ മഹാമരങ്ങളോളം കായബലമുണ്ടായിരുന്ന മനുഷ്യരെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞത്. ഖുർആൻ പറയുന്നു, അവര് മരിച്ചു വീണ് കിടക്കുന്ന കാഴ്ച കണ്ടാൽ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. Look at them, they look like a hollow trunk of a palm tree. വലിയ വലിയ ഈത്തപ്പനയുടെ വണ്ണമുള്ള തടികളാണ് കിടക്കുന്നത് എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ മനുഷ്യന്മാരായിരുന്നു. എന്തേ? അവർക്കൊരു അഹങ്കാരം തോന്നി, പടച്ചോരൊന്നും ഇല്ല. അന്നത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഒട്ടകം, അള്ളാഹിന്റെ ഒട്ടകം, സ്വാലിഹ് നബിയുടെ ഒട്ടകം. അതിനവർ അറുത്തു.
അതിനെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വായിച്ചാൽ ഇന്നത്തെ സ്വാലിഹ് നബിന്റെ ഒട്ടകം എന്ന് നമ്മൾ പറയാൻ പറ്റുമെങ്കിൽ അതിലേറെ വലുതാണ് വിശുദ്ധമായ ഖുർആനും ഹബീബിന്റെ സുന്നത്തും. അതിനെ പുല്ലുവില. ഖുർആൻ എടുത്ത് ഓതുന്നില്ല, പഠിക്കുന്നില്ല, ബാക്കി എല്ലാ വാറോലയും വായിക്കുന്നുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇത് തീർന്നാൽ മരിക്കാൻ വരെ സമയം കിട്ടൂല. അത് തീർന്നിട്ട് അത്രയും വായിക്കാനും കാണാനും വീഡിയോസ് ഓരോ ദിവസവും. ഒരു ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മറ്റൊക്കെ കയറി കൂടുന്ന വീഡിയോസ് ഒരു ദിവസത്തേത് മാത്രം കാണണമെങ്കിൽ മിനിമം 40 കൊല്ലം എടുക്കുന്ന ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് കാണണമെങ്കിൽ. പിന്നെ എന്നതൊക്കെ തീരുക? അതൊക്കെ വായിക്കാൻ നമുക്ക് സമയമുണ്ടല്ലേ? ഖുർആനിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ? നല്ലൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ഖുർആനിൻ്റേത് വായിക്കാറുണ്ടോ? നമ്മൾ ഖുർആൻ ഓതി നോക്കാറുണ്ടോ? അറബിയിൽ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്ന ഗ്രന്ഥം? ഇതിൻ്റെ മഹത്വം എന്താണ്? അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ്? അതിൻ്റെ ഈ വലിയൊരു ഇൻഫ്ലുവൻസ് ലോകത്ത് ചെയ്ത ഈ ഒരു ഗ്രന്ഥം ഇന്നും 1.7 ബില്യൺ ആളുകളുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റി കഴിയുന്ന ഗ്രന്ഥമാണിത്. ഇത്രമാത്രം ഇൻഫ്ലുവൻഷ്യലായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒന്ന് ഓതി നോക്കാൻ ഈ ഉമ്മത്തിൽ പറന്ന മക്കൾക്ക് സമയം കിട്ടുന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാർക്ക് നേരമുണ്ടോയെന്നല്ല, നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? പുല്ലുവിലയല്ലേ? സ്വാലിഹ് നബിന്റെ ഒട്ടകത്തെ അവർ അറുത്തു വീഴ്ത്തിയ പോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് പഠിക്കാൻ സമയമില്ല, നമ്മളതിനെ അറുത്തു വീഴ്ത്തിയിരിക്കുകയാണ്. പിന്നെ റമളാൻ വരുമ്പോൾ ഒന്ന് പൊടി തട്ടും, കുറച്ചു നേരം പള്ളിയിൽ പോയിരുന്നിട്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത റമളാൻ വരുമ്പോൾ എടുത്ത് നോക്കുള്ളൂ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹ് നശിപ്പിച്ചു കളഞ്ഞാൽ ആ നാശത്തെക്കുറിച്ച് അള്ളാഹ്ക്ക് പേടിക്കാനില്ല. അള്ളാഹ് ഒരിക്കലും പേടിക്കൂല. അള്ളാഹ്ക്ക് എന്ത് പേടി? ഇത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അഹങ്കാരം കൊണ്ട്, ഡ്രിവൻ ബൈ അറോഗൻസ്, അഹങ്കാരം കൊണ്ട് ചെയ്തവരാ സമൂദ് ഗോത്രക്കാർ. അഹങ്കാരം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച ഒരു സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എന്നോടും നിങ്ങളോടും. അഹങ്കാരം കൊണ്ട് നന്മ കാണാതെ പോയവരെ പോലെ നിങ്ങൾ ആവരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പും ഡേറ്റിങ്ങും നടത്താൻ അതിനൊന്നല്ല മടച്ചങ്ങോട്ട് പടച്ചു വിട്ടത്. അതിനൊക്കെ കുറെ കാഫിറുകളും ബുദ്ധിയില്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം. നമ്മൾ മഹിതമായൊരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാമെന്നവരാ. ആ ലക്ഷ്യം നാളത്തെ സ്വർഗത്തിലേക്ക് എത്തലാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, പടച്ചവനെ to cherish him and nourish and worship him and subdue for him. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കാമെന്നവരാ നമ്മൾ. പടച്ചവൻ്റെ മുമ്പിലേ ഞാൻ തലകുനിക്കൂ എന്ന് ഇസ്സത്തോടെ പറയാൻ കഴിയുന്നവരാ നമ്മൾ. ആ ലക്ഷ്യബോധം നമ്മുടെ യുവതലമുറക്കുണ്ടാവണം. നമ്മുടെ യുവാക്കൾ വെറുതെ ഇങ്ങനെ ഒരു പുകയിൽ ജീവിക്കരുത്, കഥല്ലാതെ ജീവിക്കരുത്. ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും മോനെ. നിൻ്റെ ആരോഗ്യവും നിൻ്റെ കരുത്തും നിൻ്റെ മസിലൊക്കെ ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അള്ളാഹുവിൻ്റെ മുമ്പിൽ. നിനക്ക് മുമ്പോട്ട് പോകണം, ഖബറിൽ പോയി കിടക്കണം, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ചില ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വരുന്നത് ഓർക്കുമ്പോഴേക്കും അവരുടെ മുഖത്തെ മാംസങ്ങൾ ഇങ്ങനെ താഴോട്ട് ഉതിർന്നു വീഴുമത്രേ. പേടി. എങ്ങനെയാ റബ്ബേ ഞാൻ അള്ളാഹുവെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പേടിച്ചിട്ട്. ചില ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു പോകുന്ന ആ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തു കിടക്കുന്നവനാണ്. റബ്ബേ നീ എന്നെ വിളിക്കുകയും ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തേ എൻ്റെ അടിമയെ നീ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് നീ എന്നോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവേ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കഴിയുന്ന വിധം അച്ചടക്കത്തിൽ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ ആളുകളും തിന്മയുടെ പിന്നാലെ ഓടിയപ്പോൾ അള്ളാഹുവേ ഞാനത് ചെയ്തിരുന്നില്ല. എൻ്റെ കൂട്ടുകാർ കൈനിറയെ പൈസ വാപ്പമാർ അയച്ചു കൊടുക്കുമ്പോൾ, ഉമ്മമാർ അയച്ചു കൊടുക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകളിലും കഫകളിലും കറങ്ങി നടന്ന് ബോയ്സും ഗേൾസും ഒക്കെയായി ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് പോലും ചിന്തിക്കാതെ നടന്നപ്പോ, ലഹരിക്കടിമകളായി നടന്നപ്പോ അല്ലാഹുവേ ഞാനത് ചെയ്തിട്ടില്ല. ഞാനത് ചെയ്യാതിരുന്നത് റഹ്മതക യാ റബ്ബ്, നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തും നിന്റെ കരുണ കൊണ്ട്, നിന്റെ കാരുണ്യം എനിക്ക് ലഭിക്കാനാണ് നീ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചത് എന്ന് റബ്ബിനോട് പറയുമ്പോൾ ഫബിറഹ്മതി, എന്റെ റഹ്മത്തിനെ മുൻനിർത്തി ഞാൻ പറയട്ടെ, അന്നീ ഗഫർതു ലക്, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു നേരിട്ട് പറയുന്ന ആളുകളുണ്ടത്രേ.
ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തം ആലോചിക്കാൻ പോലും പേടിയായി. അള്ളാഹുവേ, നിന്റെ മുമ്പിൽ ഞാൻ എന്ത് വന്ന് പറയാനാണ്? കണ്ണുകൾക്ക് കാഴ്ചയും ചെവികൾക്ക് കേൾവിശക്തിയും ബുദ്ധിക്ക് ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യം മുഴുവൻ 2 കൈയും 2 കാലും എല്ലാം തന്നു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് തോന്നിയതുപോലെ ജീവിച്ചു വന്നിട്ട് അല്ലാഹുവേ, നീ എന്ന ഒരു രക്ഷിതാവ് ഉണ്ടെന്ന് പോലും വിശ്വസിക്കാതെ, നിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ, സത്യം മാത്രം ലോകത്തോട് പറഞ്ഞ, തമാശയിൽ പോലും ഒരു കളവ് പറഞ്ഞതായി ചരിത്രത്തിൽ മുസ്ലിമീങ്ങളോ അല്ലാത്തവരോ ആയ ചരിത്ര പണ്ഡിതന്മാർക്ക് ഒരു ഇൻസ്റ്റൻസ് പോലും ഉദ്ധരിക്കാനില്ലാത്ത സത്യപ്രവാചകരായിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ, നിന്റെ തിരുദൂതനായിരുന്നു എന്ന് പുണ്യ നബിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ജീവിച്ചവർ എങ്ങനെ അല്ലാഹുവിന്റെ ലിഖാഇന് സാധ്യമാകും? അതുകൊണ്ട് ചില ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മാ മിൻകും ഇല്ലാ വയുകല്ലിമുല്ലാഹു റബ്ബഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു പരിഭാഷകൻ മുമ്പിലില്ലാതെ, ഒരിടനിലക്കാരനില്ലാതെ അല്ലാഹു നിങ്ങൾ ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസ് കേൾക്കുമ്പോൾ ചില ആളുകളുടെ മുഖത്ത് മാംസം ഉറ്റി വീഴുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പേടിച്ചുകൊണ്ട് അപ്പോഴാ ബോധം തെളിയാ വേണ്ടില്ലായിരുന്നു. ഇത് പഠിപ്പിച്ചു തരാനാണ് 8ഓളം ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ സൃഷ്ടികളെ സാക്ഷ്യപ്പെടുത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്താ പറഞ്ഞ വിഷയം? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിങ്ങളുടെ ശരീരം എത്ര വൃത്തിയിലും എത്ര ഭംഗിയിലും എത്ര ആരോഗ്യത്തിലുമാണ് നിങ്ങളത് കൊണ്ടു നടക്കുന്നത്. ആ ശരീരം ഇഷ്ടപ്പെടുന്നത് മുഴുവൻ ചെയ്തു കൂട്ടല്ലേ. നിങ്ങളുടെ ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് 8ഓളം വരുന്ന റബ്ബിന്റെ മഹാദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തി തന്നുകൊണ്ടാണ്. രാവും പകലുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നന്മയും തിന്മയുമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണത്. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയുണ്ട്, ഇരുളെന്ന് പറയുന്നത് തിന്മകളാണ്, അതിൻ്റെ ഒരു സിമ്പലാണ്. വന്നഹാരി ഇദാ ജല്ലാഹാ, തെളിമയാർന്ന പ്രഭയാർന്ന പകലുണ്ട് എന്ന് പറഞ്ഞു തന്നത് നന്മയുടെ പ്രകാശം സൂചിപ്പിക്കാനാണ്. നന്മയും തിന്മയുമുള്ള ലോകമാണത്. നല്ല പ്രകാശമുള്ള കത്തിജ്വലിക്കുന്ന സൂര്യനുള്ള ലോകമാണിത്. എന്നാൽ അന്ധതയിൽ മാത്രം തെളിയുന്ന ഒരു അമ്പിളിയുള്ള ലോകമാണിത്. എന്നാൽ നന്മയും തിന്മയും അള്ളാഹു നൽകിയത് ഇത് നിങ്ങളിൽ ഏത് ചോയ്സ് ചെയ്യുന്നു, ഏത് സെലക്ട് ചെയ്യുന്നു എന്ന നിങ്ങളുടെ സെലക്ഷനാണ് അള്ളാഹു സ്വർഗവും നരകവും വിധിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സർവമാന സൃഷ്ടിപ്പുകളെയും ആകാശ ലോകങ്ങളെ 26 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന താരസമൂഹങ്ങളെ ഇന്ന് സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് നിങ്ങൾ മണ്ണിൽ അലിഞ്ഞു പോയാൽ നിങ്ങൾക്കൊരു ജീവൻ തന്ന് രണ്ടാമത്തെ ഒരു പുനർജന്മം നൽകാൻ അള്ളാഹു വല്ല പണിയുമുണ്ടോ? അവനല്ലയോ ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു.